ഹലോ എവരിവൺ, കവർസൺ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ഇതിനു മുന്നുള്ള ബ്ലൈൻഡ്സിന് റിലേറ്റഡ് ആയിട്ടും കർട്ടന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് വിളിച്ചവർക്ക് എല്ലാവരും നന്ദി പറയുകയാണ്. ഇതേപോലെ തന്നെ ഒരുപാട് പേര് പുറത്ത് രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരും നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാം അവരുടെ വീട് പണിയുടെ സമയത്ത് തന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ തരുന്ന വർക്കുകൾക്കെല്ലാം ഞാൻ ഒരുപാട് നന്ദിയുള്ളവനാണ്. കൂടാതെ തരുന്ന വർക്കുകളെല്ലാം നല്ല ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയുടെ വിഷയം റോമൻ ബ്ലൈൻഡ്സ് ആണ്. 2500 വർഷം ലെഗസി ഉള്ള ബ്ലൈൻഡാണ് റോമൻ ബ്ലൈൻഡ്സ്. അത്രയും നാൾക്ക് മുന്നേ മുതലേ റോമിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. റോമിൽ ആ സമയത്ത് കൊളോസിയംസിന്റെ എല്ലാം വർക്ക് നടക്കുന്ന സമയത്ത് ഒരുപാട് ഡസ്റ്റ് എല്ലാം വന്നപ്പോൾ അതിനെല്ലാം തടഞ്ഞുകൊണ്ടിരുന്നത് ഈ ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇതേ മെക്കാനിസം, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസം യൂസ് ചെയ്യും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കാർട്ടന് യൂസ് ചെയ്യുന്ന സെയിം ക്ലോത്ത് ആണ്. ഏത് ഷോപ്പിൽ ചെന്നും നമുക്ക് റോമൻ ബ്ലൈൻഡ്സിന്റെ ക്ലോത്ത് വാങ്ങിക്കാം. കൂടെ അതില് വെയിൽ അധികം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്തും കൂടി വാങ്ങിക്കണം എന്നുള്ളൂ. കർട്ടൻ അറിയാലോ, നമ്മൾ പ്ലീറ്റഡ് ആയിട്ട് ഇടുന്നത് കൊണ്ട് അധികം വെയിൽ അടിക്കത്തില്ല, കട്ടി വരും. ഈ റോമനിൽ അത് പ്ലെയിൻ ആയിട്ടായിരിക്കും ഇരിക്കും. അപ്പോൾ കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നിലായിട്ട് കട്ടിയില്ലാത്ത ക്ലോത്തിന് ഒരു ലൈനിങ് ക്ലോത്ത് കൂടി വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പുതിയ റോമന്റെ പുതിയ വിശേഷങ്ങളെ പറ്റി നമുക്ക് നോക്കാം. വീടുകളിലും ഓഫീസുകളിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ കോസി ഫീല് തരുന്നതാണ് റോമൻ ബ്ലൈൻഡ്സ്. അപ്പ് ചെയ്യുന്നതും ഡൗൺ ചെയ്യുന്നതും വളരെ ഈസിയാണ്. അപ്പ് ചെയ്യുമ്പോൾ ഒരു ഫോൾഡഡ് ആയിട്ടായിരിക്കും ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. ഇത് മെറ്റീരിയൽ ബാക്കിലുള്ള ഫ്രെയിമിലേക്ക് വെൽക്രോ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു വെച്ചേക്കായിരിക്കും. അതുകൂടാതെ ഇതിൽ ഓരോ പാരലൽ ലൈൻസ് ഉണ്ടാകും. അതായത് ബാക്കിലുള്ള അലൂമിനിയത്തിൻ്റെ ചെറിയ ചെറിയ ട്യൂബുകൾ ഉണ്ടാവും. ഈ ട്യൂബിലേക്കാണ് ഈ ത്രെഡ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ത്രെഡ് അഴിച്ച് മുകളിലുള്ള വെൽക്രോ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലോത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു റൂമിലിപ്പോൾ 2 വിൻഡോ ഉണ്ടെന്ന് കരുതുക. ഒരു വിൻഡോയിൽ കർട്ടൻ ചെയ്യണം, വേറെ അവിടെ ഒന്നും ചെയ്യാൻ പോസിബിൾ അല്ല. സീലിംഗിൽ നിന്നുള്ള കർട്ടൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരികയാണ്. ഇപ്പുറത്തെ സൈഡിൽ അതിന് യൂണിഫോം ആയിട്ടുള്ള കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ്. റോമൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം മെറ്റീരിയലിൽ ചെയ്യാലോ, അതുകൊണ്ട് വളരെ യൂണിഫോം ആയിട്ട് കിട്ടും. ക്ലോത്തിൽ ഓൾറെഡി ഉള്ള ഡിസൈൻ അല്ലാതെ സൈഡിൽ ഒരു 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ബോർഡർ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും. ഇപ്പോൾ സിമ്പിൾ പാറ്റേൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബോർഡർ ഇല്ലാതെ ചെയ്താലും നല്ലതായിരിക്കും. റോമൻ ബ്ലൈൻഡ്സ് ഫിറ്റ് ചെയ്യുന്ന ബാക്കിലത്തെ ഫ്രെയിം ആൻഡ് മെക്കാനിസം എല്ലാം ഉള്ളത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന മെക്കാനിസം ഉണ്ട്, നമ്മുടെ നാട്ടിൽ മാനുഫാക്ചർ ചെയ്ത മെക്കാനിസം ഉണ്ട്. എപ്പോഴും പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന മെക്കാനിസമാണ്. നമ്മുടെ നാട്ടിലുള്ളതും കുഴപ്പമില്ല, പക്ഷേ തീരെ ക്വാളിറ്റി കുറഞ്ഞത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിലുള്ള മെറ്റീരിയൽസും നല്ല രീതിയിലുള്ള മെക്കാനിസം തന്നെയാണ്. ഏതൊരു ഫ്രെയിമിലാണ് ചെയ്യുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ ഉയർത്താൻ നേരത്ത് ഏതെങ്കിലും ഒരു സൈഡ് ആദ്യം കയറുകയോ അങ്ങനെയെല്ലാം വരുന്നതാണ്. അതോർത്ത് അത് കംപ്ലൈൻ്റ് ആയതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ബാക്കിലുള്ള ത്രെഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. റോമൻ ബ്ലൈൻഡ്സ് കുറച്ചുകൂടി ഭംഗിയാക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ബാക്കിൽ ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോമൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഷിയർ കർട്ടൻ ഐലറ്റ് മോഡലിൽ കൊടുത്തേക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു ഡിസൈൻ നേരിട്ട് കാണാൻ വളരെ ഭംഗിയാണ്, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. കൂടാതെ വളരെ യൂസ്ഫുള്ളാണ്. ലൈറ്റ് ആവശ്യമുള്ള സമയത്ത് ഷിയർ മാത്രം ഇടുകയും പ്രൈവസി വേണ്ട സമയത്ത് ബ്ലൈൻഡ്സ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിടുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു സബ്ജക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട്, നേരിട്ട് വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ